ഹലോ. കുറേ ദിവസമായി വിചാരിക്കുന്നത് എന്തെങ്കിലും വീഡിയോസ് ഇടണമെന്ന് വെച്ചാൽ അപ്പോഴത്തെ എനിക്ക് ഒരു വീഡിയോസിനുള്ള ഒരു കണ്ടൻറ് ഒന്നും കിട്ടുന്നൊന്നും ഉണ്ടായിട്ടാ. പിന്നെ ഞാനാണ് വീഡിയോസെല്ലാം എടുക്കുന്നത്. ഞാൻ യൂട്യൂബ് മാത്രമായിട്ട് വീഡിയോസ് എടുക്കുമ്പോൾ എനിക്ക് കണ്ടൻറ് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ വിചാരിക്കുന്ന അനുസരിച്ച് വീഡിയോസ് എടുക്കാൻ പറ്റുന്നില്ല. അതാണ് മെയിൻ പ്രശ്നം. നാട്ടിൽ പോയിട്ട് വേണം ഒന്ന് സെറ്റ് ആവാൻ. ആ സമയത്താണ് വിചാരിച്ചതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബഹ്റൈൻ ലൈഫ് എങ്ങനെയുണ്ടെന്ന് കുറേ എന്നെ വീട്ടിൽ അമ്മ എല്ലാം ചോദിക്കുന്നുണ്ട്, ഫ്രണ്ട്സ് എല്ലാം ചോദിക്കുന്നുണ്ട്. അമ്മ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് സുഖമല്ലേ മിണ്ടാതിരിക്കുന്നില്ല, അങ്ങനെ ഇങ്ങനെയെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ ബഹ്റൈനിൽ എന്ത് ചെയ്യുന്നത്, എൻ്റെ ഡെയിലി എന്താണെന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ എൻ്റെ സമയം ഞാൻ എങ്ങനെയാണ് റൂമിൽ മാത്രമല്ലേ ബോറടിക്കുന്നില്ല, അങ്ങനത്തെ ഡൗട്ട് ഉണ്ട് എല്ലാവർക്കും. പിന്നെ പുറത്തേക്ക് പോകാത്തതുകൊണ്ട് കുഞ്ഞിക്ക് ഭയങ്കര ഫീലായിരിക്കും, അങ്ങനത്തെ എന്തെല്ലോ ഡൗട്ട് കുറേ ആക്കുന്നുണ്ട് നാട്ടിലെല്ലാവർക്കും ഉണ്ട്. പിന്നെ അങ്ങനെ ഞാൻ പുറത്തുനിന്ന് തന്നെയാണ് ഫുഡ് വാങ്ങിച്ച് കഴിക്കുന്നത്, അങ്ങനെ ഡൗട്ട് ഉണ്ടവരുണ്ട്, കുറേ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഡെയിലി ലൈഫ് എങ്ങനെ വെള്ളിയാഴ്ച ഒഴിച്ചിട്ടുള്ള എൻ്റെ ജീവിതം, എൻ്റെ ഈ കുട്ടിയുടെ ലൈഫ് എങ്ങനെയെന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. മാക്സിമം ഷോർട്ടാക്കാൻ നോക്കുമെന്ന് പറഞ്ഞാൽ കുറേ ലോങ് പോയാൽ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടില്ല എന്നറിയാം നോക്കാൻ. പക്ഷേ കാണുന്നവർ, പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ടൈം എന്ന് പറയുന്നത് 10 മണിയായി. രാവിലെ ഹസ്ബൻഡ് 9 മണിക്ക് ഫുഡും ചായ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പോയിട്ടാണ്. അത് ഇപ്പോഴാണ് കാലി ചായ ഇങ്ങനെ എടുക്കാമെന്ന്. അതുകൊണ്ടാണ് ഞാൻ 10 മണി കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ എണിച്ചിട്ടില്ല, നല്ല ഉറക്കത്തിലാണ്. പൊതുവേ 10 മണി കഴിഞ്ഞിട്ട് തന്നെയാണ് എണിക്കുന്നത്. അപ്പോൾ എൻ്റെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഇന്നത്തെ ഡേയിലെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോസ് കേട്ടാ. അങ്ങനെ വീട്ടിൽ എണിച്ചിട്ടാ, വീട്ടിൽ എണിച്ചിട്ട് മുഖമെല്ലാം കഴുകിയിട്ടായി. ഇനി വീട്ടിക്ക് പുട്ടും എന്നിട്ട് വീട്ടി പുട്ടും പുട്ടും പഴവും. വീട്ടിക്ക് ഇന്ന് സ്പെഷ്യൽ പുട്ടും പഴവാണ്. രാവിലെ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിച്ചു, ഇവള് കഴിക്കുന്നില്ല ശരിക്കും. എന്നാലും ഞാൻ നിർബന്ധിച്ച് കുറച്ചെങ്കിലും കഴിപ്പിക്കും അല്ലേ. അപ്പോൾ നമുക്ക് പുട്ടും പഴവും കഴിക്കാം. ചൂടുള്ളവും പുട്ടും പഴവും. ഞാൻ ചായ കൊടുത്തിട്ടാണ് ഇവർക്ക്. ഇതുവരെ ഞാൻ ചായ കൊടുക്കുന്ന തീരെ താല്പര്യമില്ല. ഇനിയിപ്പോൾ നാട്ടിൽ പോയിട്ടുമ്പോൾ എന്തായാലും കൊടുക്കും. അതുകൊണ്ട് ഇവിടെ ഞാൻ മാക്സിമം എല്ലാ സാധനവും ഒഴിവാക്കിയിട്ടുണ്ട്. ഇവർക്ക് അനാവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. പുട്ട് കഴിക്കാം. ഇവിടെ പുട്ട് കഴിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് കഴിക്കുമെന്ന് എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഇവള് ഫുഡ് രാവിലെ കഴിക്കുന്നത് കുറവ് തന്നെയാണ്. കുറച്ച് ഞാൻ കഴിപ്പിക്കും, എന്നിട്ട് വെള്ളം കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ ഉച്ചക്ക് നിർബന്ധിച്ച് കഴിപ്പിക്കും. ഞാൻ രാവിലെ നിർബന്ധിച്ച് അങ്ങനെ കഴിപ്പിക്കില്ല. ഞാൻ പറഞ്ഞിട്ടേ അതാ അവൾ തിരിയുന്നുണ്ട്. അതാണ് അവൾ പരിപാടി. ഇപ്പം എങ്ങനെയെങ്കിലും ആയിട്ട് ഞാൻ ഫുഡ് കഴിപ്പിക്കണം കുറച്ചെങ്കിലും. ഇവിടെ എണിച്ച മെയിൻ ഇവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം ഞാൻ ശരിക്കും എല്ലാ ജോലിയും തുടങ്ങുന്നത്. ശരിക്കും ഞാൻ രാവിലെ ഞാൻ ഭയങ്കര ലേറ്റായിട്ടാണ് എണിക്കുന്നത്. രാവിലെ ശരിക്കും 7:30 കഴിഞ്ഞിട്ടാണ് ഞാൻ എണിക്കുന്നത് തന്നെ. ഹസ്ബൻഡ് പോകുന്നത് 9 മണിയാവുന്നത്. അപ്പോഴത്തേക്കുള്ള ഇന്ന് പുട്ടാക്കിയതാണ്. അതെല്ലാം പെട്ടെന്നാവുന്നതുകൊണ്ട് തന്നെ ഞാൻ 7:30 കഴിഞ്ഞിട്ട് എണിക്കുന്നത്. വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ദിവസം ഉണ്ടെങ്കിൽ അടിപൊളിയാണ്, നല്ലോണം ലേറ്റാവും എണിക്കുമ്പോൾ. പിന്നെ ഞാൻ രാവിലെ ഫുഡ് കഴിക്കുന്നില്ല. അതിന് മെയിൻ കാരണം ഉണ്ട് കേട്ടോ. എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ അടുത്തേക്ക് ബഹ്റൈനിലേക്ക് വരുമ്പോൾ എൻ്റെ ബ്രദർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നാട്ടിൽ പോകുമ്പോൾ പൊണ്ണത്തടിച്ചായിട്ട് പോകും എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പുറത്തുനിന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് അങ്ങനെ എല്ലായിട്ട് പൊണ്ണത്തടിച്ചായിട്ട് പോകുന്നു. അപ്പോൾ മാക്സിമം ഞാൻ വെയിറ്റ് ഓർക്കാൻ നോക്കുന്നുണ്ട്. ഉച്ചക്ക് നന്നായിട്ട് കഴിക്കും, രാത്രി കഴിക്കും, രാവിലത്തെ ഫുഡ് ഒഴിവാക്കും, വെള്ളം കുടിക്കും, നല്ലോണം വെള്ളം കുടിക്കും രാവിലെ. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് രാവിലത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് മാത്രമാണ് ഉണ്ടാക്കുന്നത്. ഇടയ്ക്ക് മടിയായാൽ റസ്കോ ബ്രെഡോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇന്ന് പുട്ടും പഴമാണ്. ഇനി അടുക്കള ഡ്യൂട്ടി ഏകദേശം 11:45 വീട്ടിലെ കാര്യമെല്ലാം സെറ്റ് ആകുമ്പോൾ 11:45 അവളെ കുളിപ്പിച്ചിട്ടൊന്നുമില്ല, ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റാക്കി വെച്ചു. എന്താ വെച്ചാൽ ഇന്ന് ഞങ്ങൾക്ക് സ്പെഷ്യലാണ്. ഓക്കെ, ബീട്രൂട്ട് വറവും ഉണക്കമീൻ വറവാണ് ഇന്ന് സ്പെഷ്യൽ. പിന്നെ മീൻ പൊരിച്ചത്, കഞ്ഞിയാന്നാക്കുന്നത്. ഉച്ചയ്ക്ക് ഏകദേശം കഞ്ഞിയാന്നാക്കുന്നത്. ബീട്രൂട്ട് വറവ് മെയിനാക്കാൻ കാരണം പറഞ്ഞാൽ ഈ കുട്ടിക്ക് എന്തെങ്കിലും ഒരു വറവ് ഞാൻ ആക്കും. അങ്ങനെ ഉണക്കമീൻ വറവ് വെക്കുന്നുണ്ട്. യൂട്ടിക്ക് കൊടുക്കുന്നില്ല. ഞാൻ മീനൊന്നും കൊടുക്കണം എന്ന് പറയുന്നുണ്ട് എന്നോട് എല്ലാവരും, പക്ഷേ ഞാൻ കൊടുത്തിട്ട് അവർക്കൊന്നും. അതുകൊണ്ട് ഞാൻ ബീട്രൂട്ട് വറവ് ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് മാത്രം ആക്കിയതാണ്. ഞങ്ങൾക്ക് ആക്കിനി, പക്ഷേ അതിന് കാരണം ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ആക്കാനെന്ന്. ഇതാണ് കേട്ടോ എൻ്റെ അടുക്കള. നോക്കിയേ, ഇതിപ്പോൾ ഞാൻ മുറിക്കുന്നുണ്ട്. അപ്പോൾ ഇവള് ശല്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇവക്ക് പാട്ട് വെച്ച് കൊടുക്കും. ഇവക്ക് പാട്ട് വെച്ച് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യും, അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യും. അപ്പോഴത്തേക്ക് ഇവർക്ക് പ്രശ്നമില്ല, കുറേ സമയം അവൾ പാട്ട് കേട്ടിട്ടിരിക്കും. പക്ഷേ ഇന്ന് ഞാൻ ഫോൺ എടുത്തുകൊണ്ട് പാട്ട് വെച്ചിട്ട് അങ്ങനെ എൻ്റെ പയ്യനെ വന്നിട്ടുണ്ട്, എന്നെ ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അപ്പം ഞാൻ ഇവർക്ക് പാട്ട് വെച്ച് കൊടുക്കും. അത് ഇവിടെ ഇരുത്തും കേട്ടോ, അറിയാം. ഇതാണ് ഇവിടെ കളി. പാട്ടുകൾ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്. എല്ലാം എവിടെ നോക്കിയാലും അവളെ കളിപ്പാട്ട് തന്നെ ആയിരിക്കും കാണുന്നത്. അങ്ങനെ ആക്കി വെക്കോളൂ. ഇപ്പോൾ കുറച്ച് 12:12 ആകുമ്പോൾ എൻ്റെ അടുക്കള പണി കഴിഞ്ഞിട്ടാണ് ശേഷമാണ് ഞാൻ ഒന്ന് ഈ ഹാളെല്ലാം ഒന്ന് സെറ്റ് ചെയ്യുന്നത്. അതുവരെ ഞാൻ ഇങ്ങനെ കളിക്കാൻ വിടുന്നത്. ഇനി ആക്കും ഞാൻ പാട്ട് വെക്കും കേട്ടോ. സൗണ്ട് ബോക്സിൽ പാട്ട്, ഫോൺ കണക്ട് ചെയ്തിട്ട് പാട്ട് വെക്കും. അപ്പോൾ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കുറേ സമയം ഞാൻ ഇന്ന് സ്പെഷ്യൽ ആക്കുന്നത് എന്തെന്ന് ഞാൻ കാണിച്ചത് അതുകൊണ്ട് തന്നെയാണ്. സ്പെഷ്യലൊന്നുമല്ല, ഞങ്ങൾ ഇന്നത്തെ ഉച്ചക്കുള്ള ഫുഡിന് എന്താ ഞാൻ ആക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉച്ചക്ക് അധികവും കഞ്ഞിയാണ് ആക്കുന്നത്. കഞ്ഞിയും ഒരു വറവും മീൻ പൊരിച്ചതെങ്കിൽ മീൻ പൊരിച്ചത്, അങ്ങനെ അല്ലെങ്കിൽ മുട്ടയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. അങ്ങനെ
അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പാർ. നല്ല മീൻ കറിയായിരുന്നു. ഇന്ന് മീൻ കറിയില്ല, മീൻ പൊരിക്കാന്ന് വെച്ചു. അപ്പോൾ ഇവിടെ കഴിക്കാൻ റെഡിയല്ലേ? ഓക്കെ. ഇനി ഞങ്ങളെ മെയിൻ പരിപാടി ഇതിട്ടാ എണ്ണ തേക്കണം. എണ്ണ ഇതാണ് കിട്ടിയത്, കോക്കനട്ട് ഓയിലേ കിട്ടിയിട്ടു. നാട്ടിൽ നിന്ന് വരുമ്പം ഏറ്റവും അത്യാവശ്യമായിട്ട് കൊണ്ടുവരേണ്ട സാധനം ഓയില്. പക്ഷെ കൊണ്ടുവരാൻ മറന്നു കേട്ടാ. വെളിച്ചെണ്ണ കൊണ്ടുവരാൻ മറന്നുകൊണ്ട് ബ്യൂട്ടിക്ക് ആദ്യം വന്നപ്പോൾ വേറൊരു എണ്ണയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടായത്. പക്ഷെ ഇപ്പോൾ അത് കിട്ടിയിട്ട. അതിന് ശേഷം ഈ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഓളെ സ്കിന്ന് ഭയങ്കര ഡ്രൈ സ്കിന്നാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും എണ്ണ തേക്കുന്നുണ്ട്. മുടിയിൽ നന്നല്ലോ, മുട്ടച്ചിയായതുകൊണ്ട് വലിയ എണ്ണ നല്ലോണം കുറച്ച് തേച്ചാൽ നല്ലോണമാവും. നല്ലതായിട്ട് എണ്ണ തേക്കുന്നുണ്ട്. ഞാൻ ഭയങ്കര ഡ്രൈ സ്കിന്നാണ്. ഭയങ്കര തണുപ്പ് കൂടിയ ശേഷം ഭയങ്കര സ്കിന്നൊരു ഇതായിട്ടുണ്ടായിരുന്നു. എണ്ണ തേച്ചതിന് ശേഷം കുറവായിട്ടുണ്ട്. പിന്നെ എനിക്ക് എണ്ണ തേച്ചിട്ട് പിന്നെ ഒളിപ്പോൾ ഇങ്ങനെ പോകുന്നതുകൊണ്ട് മൊത്തത്തിൽ എണ്ണാവുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരു പേടിയുണ്ട് എന്തെങ്കിലും. അതിന് ശേഷം ഇവർക്ക് എണ്ണ തേച്ചതിന് ശേഷമാണ് ഞാൻ ഒന്ന് നേരം തുടക്കുന്നത് അതിന് ശേഷമാണ്. അതുകൊണ്ട് 5 മിനിറ്റ് സോഫയിൽ ഇരുത്തും. 5 മിനിറ്റ് ഇരിക്കില്ല അവള് ഇറങ്ങിപ്പോവും. എന്നാലും ഞാൻ വിടുന്നുണ്ട്. സ്കിപ്പായാലോ എന്ന് പേടിയുണ്ട് എണ്ണ തേച്ചിട്ട് ഇതാക്കുന്നുണ്ട്. അയ്യോ കാര്യമുണ്ട്. ഈ നാണക്കല്ല. നമുക്കിപ്പോൾ ഫോൺ എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഫോൺ വേണ്ട. അങ്ങനെയാണ് അവള് ഇതാ കുഞ്ഞിക്കെണ്ണ തേക്കുന്ന കാണിച്ചു കൊടുക്കുന്നത്. അയ്യേ ഇത് അതിന് അവള് സമ്മതിക്കില്ല കേട്ടാ. ഞാൻ കാണിച്ചു തരാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടേ ഓക്കെ എന്നെ കളിക്കാനാക്കിയിട്ട് ഓളാക്കിയിട്ട് വെച്ചിട്ട് കണ്ടതാ. എടീ ഓളെ കളിപ്പാട്ടാ. നീ ഇവിടെ നോക്കിയാലും ഓളെ കളിപ്പാട്ടം കാണാൻ പറ്റും. അങ്ങനെ ആക്കിയിട്ട് ഒക്കെ ഓള്. ഇനി ഇവളെ ഒന്ന് എണ്ണ തെപ്പിച്ച് ഒന്ന് അടിച്ച് വരണം, പിന്നെ ഒന്ന് തോർത്തണം. അത് കഴിഞ്ഞാൽ പിന്നെ സെറ്റാണ്. പിന്നെ ഞങ്ങൾ ഫ്രീ ടൈമാണ്. ഞങ്ങൾ TV കൊണ്ടിരിക്കും. അല്ലേ കുട്ടി? അങ്ങനെ ഞങ്ങളെ കുളിയെല്ലാം കഴിഞ്ഞു അല്ലേ? ഈ വീട്ടിലെ കുളിയെല്ലാം കഴിഞ്ഞു കേട്ടാ. വീട്ടിൽ സുന്ദരിയാവാൻ പോകുന്നുണ്ട്. സുന്ദരിയാവാൻ വീട്ടിൽ എന്താക്കുന്നുണ്ട്? സുന്ദരിയാവും. ഇതാണ് ഞങ്ങളെ ഞങ്ങളെ റൂമിൻ്റെ കൊലം കെട്ടിട്ട് കാര്യമൊന്നും കേട്ടോ. അതാ എങ്ങനെ വെട്ടൊക്കെ അങ്ങനെ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കയറുന്നത്. കട്ടിൽ ഞങ്ങൾ മേടിച്ചിട്ടാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പൊരു വേറെ റൂമിലുണ്ടായി. ആ റൂമിൽ നിന്ന് 2 ടൈൽ കട്ടലിൽ വീഴുന്നത്. അതിന് ശേഷം ഞങ്ങൾ ഈ റൂമിലേക്ക് വരുമ്പോൾ മാറുമ്പോൾ തന്നെ വിചാരിച്ചു കട്ടലിൽ മേടിക്കുന്നത് വേണ്ടാണ്. അതുകൊണ്ട് ഇവർക്ക് ഈസി ആയിട്ട് ഇതിൽ കയറാൻ പറ്റുന്നുണ്ട്. എല്ലാം വലിച്ച് വാരിയിടും. അതുകൊണ്ട് ഞാൻ രാത്രി ഉറങ്ങുമ്പോൾ വൃത്തിയാക്കി വെക്കും. പിന്നെ അതാ ഇങ്ങനെ ഉണ്ടാവും. അപ്പം അങ്ങനെ വലിയ വൃത്തിയൊന്നും ഉണ്ടാവില്ല. ഇത് ഇവളാ മെയിൻ കാരണം അല്ലേ? ഇത് ഇവളെ പിറന്നാളിന് കിട്ടിയ ഇതാണ്, ബലൂണാണ്. ഇപ്പോൾ ഏകദേശം 1 മാസം കഴിഞ്ഞു. ഫെബ്രുവരി അല്ലേ, ഡിസംബർ 31 പിറന്നാളുണ്ടായത്. ഒന്നും ആയിട്ട് കേട്ടോ ബലൂണ്. നാട്ടിലാണെങ്കിലും പൊട്ടിപ്പോയിനെ. എനിക്ക് തോന്നുന്നു വെയിലൊന്നും കൊള്ളുന്നില്ല. ആ റൂം അടിച്ചിട്ടിട്ടുണ്ടാകുന്നല്ലേ, അതുകൊണ്ടെന്നാന്ന് തോന്നുന്നു എനിക്ക്. സുന്ദരിയുണ്ടേ? സുന്ദരിയാണ്. എന്താണ് സുന്ദരിയാണ്? ഇവിടെ സുന്ദരിയാവാൻ പോകുന്നുണ്ട് അല്ലേ? ഇവിടെ സുന്ദരിയാവാൻ പോകുന്നില്ലേ? ഫാൻ എടുത്തു. അതാ ഫാന്. അതെല്ലാം കാണിക്കൂട്ടാ. ഫാന് ടോട്ടോ എടുത്തു. ബലൂൺ എടുത്തു. ഇപ്പടെ കണ്ടോക്ക് എന്തെല്ലാം സാധനം കണ്ടു. ഇനി സുന്ദരിയായിട്ട് കാണാൻ പറയും. സുന്ദരിയായിട്ട് വരുന്നു പറയും. ഇപ്പം വിചാരിക്കുന്നുണ്ടോ വെറും പാവമെന്നല്ലേ? വീഡിയോ ഉണ്ടായിട്ടുണ്ട്. ആ വീഡിയോ കാണുന്നുണ്ടോ എടുക്കുക അതിനെ നോക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നുമല്ല. ഇത് കുറിയൊന്നും ഇടാൻ സമ്മതിക്കേയില്ല. അടുത്ത് ഞാൻ കുറിയൊന്നും ഇടലില്ല. വീട്ടിൽ നിന്ന് ഫോൺ വിളിച്ചിട്ടാകുമ്പോൾ ചോദിക്കും എന്താ കുറി ഇടാത്തേ? അവർക്കെല്ലാം എന്ന് പറയുമ്പോൾ കുറി വേണം. അങ്ങനെ ഒരു നിർബന്ധമുണ്ട്. എന്താ കുറി ഇടാത്തേ അങ്ങനെ ചോദിക്കും. അങ്ങനെ അടുക്ക് ഞാൻ കുറിയിടും, അടുക്ക് കുറിയിടില്ല. വീട്ടിൽ നിന്ന് വിളിക്കുന്ന ടൈമെല്ലാം കഴിഞ്ഞു. രാവിലെ വിളിക്കും. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ വൈകുന്നേരമാണ് വിളിക്കുന്നത്. ഇപ്പോൾ അമ്മ വിളിച്ചിട്ടുണ്ടായി. അമ്മയോട് വേണ്ടിയിട്ടുള്ള അയല കുട്ടി. ആദ്യമെല്ലാം ഫോണിൽ മിണ്ടാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഇപ്പോൾ ഇൻട്രസ്റ്റേ ഇല്ല. ഇപ്പോൾ ഭയങ്കര ദേഷ്യം ഫോൺ വിളിക്കുന്ന പറയുമ്പോൾ. ഫോൺ ഞാനിവർക്ക് കയ്യിൽ കൊടുത്തിട്ടൊന്നുമില്ല ഇതുവരെ. പക്ഷേ ഞാനിപ്പോൾ വീഡിയോസെല്ലാം ഓളിയും കൂട്ടിയിട്ട് എടുക്കുന്നതുകൊണ്ട് കുറച്ച് വാശി കൂടിയിട്ടുണ്ട് ഫോണിനോട്. ഫോണിൽ തന്നെ നോക്കി നിൽക്കുന്നുണ്ടാ. നീ എന്നെ സുന്ദരിയായി പറയും. ഞാൻ സുന്ദരിയായോ ചോദിക്കും. ഞാൻ സുന്ദരിയായോ? ഫുഡ് കഴിക്കണം. അതെ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, എല്ലാവരും പറയുന്നുണ്ട് ഇവിടെ നമ്മളെ റൂമിൽ തന്നെ ആകുമ്പോൾ ബോറടിക്കുന്നുണ്ടോ? ഞാൻ കാണിച്ചു തരാം. അങ്ങനെയൊന്നും ബോറടിക്കുന്നില്ല കേട്ടോ. എന്താ പറഞ്ഞാൽ ഇതാ വിശാലമായ ഒരു വലിയൊരു ഹാളുണ്ട്. ഇതാ മൊത്തം ഹാളാണ്. ഇതാ ഒരു വലിയ, ഞാൻ ബാക്ക് ക്യാമറ കാണിച്ചു തരാം. ഇതാ വലിയൊരു ഹാളാണിത്. വലിയ വിശാലമായിട്ടുള്ള വലിയൊരു ഹാളാണ്. ഇതാ ഈ കുട്ടിക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഒരു മീൻ, ഇതാ ചെറിയൊരു അക്വേറിയം ഉണ്ട്, മീൻ കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ ഇതാ വലിയ ഹാളാണ്. എനിക്ക് അടുക്കള,
ഇത് നമ്മുടെ റൂം, അത് അടുക്കള, അത് ബാത്റൂം. ഇങ്ങനെ വലിയതാണ് ഊട്ടിക്ക് എടുക്കുമ്പോൾ. പിന്നെ നോക്കിയതാ ഇതൊരു ഓപ്പൺ, നമുക്ക് അലക്കിയതെല്ലാം ഇടാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം കേട്ടോ. ഇത് ഓപ്പൺ ആയിട്ടുള്ള സ്ഥലമാണ് അല്ലേ. പിന്നെ പച്ച വിരിച്ചുകൊണ്ട് തന്നെ പുറത്ത് കൂട്ടിയിട്ട് പോകും. വണ്ടിയെല്ലാം പോകുന്ന കാണുന്നുണ്ട്. ബോറടി എന്ന സംഭവം ഇല്ല കേട്ടോ. ശരിക്കും ഒരു റൂമിൽ ഒതുങ്ങിയ പോലെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല നമുക്ക്. ഈ കുട്ടിക്കായാലും ഇല്ല. എന്താ പറഞ്ഞാൽ ഇതെല്ലാം ഉള്ളു പോവും. ഞാനിവിടെ 2-3 ചെടികളെല്ലാം നട്ടിട്ടുണ്ട്, പക്ഷെ വാടിപ്പോയി. എന്ന് പറഞ്ഞാൽ മണ്ണ് പാങ്ങില്ല, ഒരു പുയ്യ പോലത്തെ മണ്ണല്ല, നല്ല രസമില്ല. അതുകൊണ്ട് ഒന്നും സെറ്റായിട്ടാണ്. ഇതാണ് ഈ കുട്ടിയുടെ കളിസ്ഥലം തന്നെ പറയുകയാണെങ്കിൽ. അതുകൊണ്ട് ബോറടിക്കുന്നില്ല നമുക്ക്. പുറത്ത് എന്താ പറയുക, ഒരു റൂമിൽ അടിച്ചു പൂട്ടിയെന്നൊരു ഫീല് വരുന്നില്ല. എല്ലായിടത്തേക്ക് പോകുന്നുണ്ട്, പിന്നെ വണ്ടിയെല്ലാം പോകുന്നുണ്ട്. രസമാണ്, പ്രശ്നമൊന്നുമില്ല. റൂമിൽ ആ ബോറടിയില്ല. ടൈം ഇപ്പോൾ ഇവിടെ ഉണ്ടായതുകൊണ്ട് ടൈം നല്ല പോകുന്നുണ്ട്. എന്താ ഫുഡും കാര്യങ്ങളൊക്കെ. ഫുഡ് ഡെയിലി ഉണ്ടാക്കുമെന്ന് ചോദിച്ചാൽ ഏകദേശം ഉണ്ടാക്കും. വ്യാഴാഴ്ച ഫുഡ് ഉണ്ടാക്കില്ല, വ്യാഴാഴ്ച പുറത്തുനിന്ന് കഴിക്കുന്നത്. പിന്നെ വെള്ളിയാഴ്ച എന്തെങ്കിലും സ്പെഷ്യലാക്കും. അല്ലാതെ എനിക്ക് മടിയില്ലാത്ത ദിവസം സ്പെഷ്യൽ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കും. അല്ലെങ്കിൽ കഞ്ഞിയും ചോറും, അല്ലെങ്കിൽ ചോറും സാമ്പാറും അങ്ങനെ ആയിരിക്കും എന്തെങ്കിലും. അടിപൊളിയാണെന്ന് ചോദിച്ചാൽ അടിപൊളിയാണ്, കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നുണ്ട്. ബോറടിക്കുന്നില്ല. വൈകുന്നേരം നടക്കാൻ പോകുന്നുണ്ട്. രാത്രി നല്ലോണം ബോറടിക്കുന്നുണ്ടെങ്കിൽ രാത്രി ഒന്ന് കറങ്ങാൻ പോകും. അങ്ങനെയെല്ലാം ആകുമ്പോൾ ടൈമെല്ലാം നല്ലതായിട്ട് പോകുന്നുണ്ട്. കുട്ടി ഇനിയിപ്പോൾ ഉച്ച കഴിഞ്ഞു. ഇനിയിപ്പോൾ സ്ക്രീനിൽ പാട്ടോ സിനിമയോ നോക്കിയിട്ട് ഞങ്ങളുടേതായ ലോകത്താണ് ഉച്ച വരെ. ഏകദേശം 2 മണിയാകുമ്പോൾ ഹസ്ബൻഡ് വരും. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കും. പിന്നെ 4 മണി വരെ 5 മണി വരെ ഹസ്ബൻഡ് ഉണ്ടാവും, റൂമിൽ ഉണ്ടാവും. അപ്പോൾ ഒരു പറയേണ്ട ആവശ്യമില്ലല്ലോ. നല്ല രസമാണ്, കളിയും ചിരിയും. ഈ കുട്ടിക്കും ഭയങ്കര സന്തോഷമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുമ്പോൾ 5 മണി പോയെങ്കിൽ പിന്നെ 10 മണി 10:30 മണിയാവും വരുമ്പോൾ. ആ സമയം കുറച്ച് ബോറടിക്കും. എന്നാലും ഫോൺ വിളിക്കുന്ന ടൈമാണ്. വൈകുന്നേരം ആയി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫോൺ വിളിക്കുന്ന ടൈമാണ്. ഫോണിൽ എല്ലാവർക്കും വിളിക്കും. അപ്പോൾ ടൈം പോകും. പിന്നെ രാത്രിയിലത്തെ ഫുഡ് ഉണ്ടാക്കും. ഇന്ന് ഞങ്ങൾ ഓട്ടുപ്പളയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഓട്ടുപ്പള എന്ന് പറയുമ്പോൾ എല്ലാവരും ചിന്തിക്കും അതെന്ത് സാധനമാണ്. ഓട്ടുപ്പള ഞങ്ങൾ കാസർഗോഡാറാണ്. അപ്പോൾ ഓട്ടുപ്പള എന്ന് പറയുമ്പോൾ ഞാൻ ഇന്ന് രാത്രി കാണിച്ചു തരാം. ഞങ്ങൾ ഓട്ടുപ്പള എന്ന് പറയുന്നത് ഈ അപ്പത്തിന് കാണിച്ചു തരാം. നിങ്ങൾ എന്താ പറയുന്നത് എനിക്ക് അറിയില്ല. ശരിക്കും ഞാൻ മിണ്ടുമ്പോൾ ഒരുപാട് മാറ്റം ഉണ്ടാകുന്നു. കുറേ ഞാൻ എന്നിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നാണ് എന്തപ്പാ പറയുന്നത്. അങ്ങനെ നല്ല മാറ്റമുണ്ട്. കാസർഗോഡ് ലാംഗ്വേജ് ഇടയ്ക്ക് കയറി വരുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ, എൻ്റെ കാസർഗോഡ് ലാംഗ്വേജ് ഏതെങ്കിലും ഉണ്ടെന്ന്. ഇനി വീട്ടിൽ ഫുഡ് ടൈമാണ്. വീട്ടിൽ നിന്ന് ബീട്രൂട്ട് വറവും കഞ്ഞിയാണ്. വീട്ടിൽ അടുത്തൊന്ന് നോക്കിയാലാ. വീട്ടിൽ നോക്കി അവിടെ നിന്നിട്ട് അത് സേഫാട്ടാ. അത് പുറത്തേക്കൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സേഫാണ് സ്ഥലം. അവിടെ നിന്നിട്ട് ഇതാ പുറത്തേക്ക് നോക്കുന്നുണ്ട്. വണ്ടിയെല്ലാം പോകുന്നുണ്ടല്ലോ, അതെല്ലാം നോക്കി നിൽക്കുന്നുണ്ട്. ചോറിക്കാൻ ചോറിക്കാൻ മടിച്ചാണ്. ഏറ്റവും മടിയുള്ള സംഭവമാണ് ഫുഡ് കഴിക്കാന്നുള്ള സംഭവം. ഈ അക്വയറത്തിൻ്റെ മുമ്പിൽ എത്തിയിട്ട് ഞാൻ ഒക്കെ ചോറ് കൊടുക്കുന്നത്. അത് വലിയ ടാസ്ക് തന്നെയാണ്. 1:30 ഞാൻ ചോറ് കഴിക്കാൻ നിന്നാൽ 2 മണി വരെ ഞാൻ ചോറ് കൊടുത്തുകൊണ്ടിരിക്കണം. നമുക്ക് അത്രയും ലേറ്റായിട്ടാവും ഫുഡ് കഴിക്കുന്നത്. ഇതിൻ്റെ മുമ്പിൽ നിർത്തുന്നത്. എന്നിട്ട് കുറച്ച് നേരം കഴിക്കും, പിന്നെ വേണ്ട നമുക്ക്. അതിന് ശേഷം പിന്നെ മീനിനെ എന്തെല്ലാം ആക്കിയിട്ട് കുറച്ചെല്ലാം ഇട്ടിട്ട് അഡ്ജസ്റ്റ് ആക്കി 2 മണിയാകുമ്പോഴത്തേക്ക് കഴിഞ്ഞോളാം ചോറ് കഴിച്ചിട്ട്. ബായ് കുട്ടി കുട്ടി ഇത് ഓപ്പൺ ആക്കി വെച്ചോളാം. കളിച്ചോളുണ്ടാന്ന്. പിന്നെ ഭയങ്കര സൗണ്ട് ആകുന്നുണ്ട് ഞാൻ ഓപ്പൺ ആക്കി വെക്കുന്നില്ല. വൈകുന്നേരം ഓപ്പൺ ആക്കി വെക്കും. പിന്നെ ഉച്ചക്ക് ഇങ്ങനെ വീട്ടിൽ വരുന്നുണ്ട്. ചോറിക്കാലോ. ചോറിക്കുമ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അവർക്ക് ഫോൺ കാണിച്ചിട്ട് ഞാൻ ചോറ് കൊടുപ്പിക്കാം. വാശി പിടിക്കുന്നു ഫോണിന്, അതുകൊണ്ടാണ്. ഇവിടെ ഇവിടെ ഭയങ്കര നോക്കി സ്ക്രീൻ നോക്കുന്നതാണ് അവള്. പ്രൊജക്ട് വെച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. പ്രൊജക്ട് വെച്ചിട്ടാണ് ഞങ്ങൾ പാട്ട് വെക്കുന്നത്. പാട്ടോ സിനിമ എന്തെങ്കിലും ഒക്കെ. രാത്രി സിനിമ നമുക്ക് പകല് ഉച്ചയ്ക്ക് ഞാൻ അധികം പാട്ട് വെക്കുന്നതാണ്. ഇത് നമ്മളെ പ്രൊജക്ടർ അല്ല കേട്ടോ. ഇത് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് അജിക്കയുടെ പ്രൊജക്ടറാണ്. അജിക്ക് ഇപ്പോൾ നാട്ടിൽ പോയിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രൊജക്ടർ ഒന്ന് എടുത്ത് വെച്ചതാണ്. ഈ കുട്ടി ഉണ്ടായിട്ട് അവൾ ഇതൊന്നും താഴെ വെക്കാൻ സമ്മതിക്കില്ല. അങ്ങനെയുള്ള സെറ്റ് ആവുമെന്ന് സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ അജിക്ക നാട്ടിൽ പോയിട്ട് എടുത്തിട്ട് വന്നതാണ്. സംഭവം സെറ്റ് ആകുന്നുണ്ട്. അപ്പോൾ ഇതിനൊന്ന് പുതിയത് വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ പാട്ടെല്ലാം വെച്ചിട്ടാകുമ്പോൾ ഇവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. നല്ല രസമാണ് കേട്ടോ. എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ആണ്. പാട്ട് നല്ല ഉറക്കെ വെക്കും. പുറത്തേക്ക് സൗണ്ട് പോവില്ല, എന്തായാലും പുറത്തേക്ക് പോവില്ല. അതുകൊണ്ട് നല്ല വെച്ചത്തിൽ പാട്ട് വെക്കും. ഫോണിൽ വെക്കുന്നെങ്കിലും പാട്ട് നല്ല ഉറക്കെ വെക്കും. അപ്പോൾ നല്ല രസമാണ് കേൾക്കാനും. ഒരു വൈബ്, കുറേ ആൾക്കാരുള്ള പോലെ ഒരു ഫീൽ ഉണ്ടാകും. എന്തായാലും ഞങ്ങൾ 2 പേര് എന്നുള്ള ഫീലില്ല. പിന്നെ അച്ഛൻ വരുവോളം ഇവളിങ്ങനെ നോക്കി ഡാൻസോ അങ്ങനെ കളിച്ചോണ്ടിരിക്കും. അധികം ഞാൻ ഇവർക്ക് സ്ക്രീൻ കാണിക്കുന്നില്ല. അതുകൊണ്ട് ഉച്ചക്കും രാത്രി മാത്രം വെക്കും. രാത്രി ഇവൾ ഉറങ്ങും. എന്തായാലും ഉച്ചക്ക് അവൾ നോക്കും. പിന്നെന്താ പറയുക, ഒരു വൈബ് തന്നെയാണ് അച്ഛൻ വരുവോളം. അച്ഛൻ തന്നെ പിന്നെ അച്ഛനും മോളുടെ ഒരു കളിയാണ്. അച്ഛൻ കുറച്ച് മടിയാട്ടോ. സ്ക്രീനിൻ്റെ വീഡിയോക്ക് മുമ്പിൽ വരാൻ ഭയങ്കര ചമ്മലിലാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് അധികം എടുക്കാത്തത്.
നീ എടുത്തോ, ഞാനില്ലാന്ന് പറയും എന്നോട്. അതുകൊണ്ട് ഞാൻ അധികം നിർബന്ധിക്കുന്നൊന്നുമില്ല. നാട്ടിൽ പോയിട്ടാകുമ്പോൾ അനിയനെല്ലാം നല്ല എന്താ പറയുക, അനിയനെ അനിയത്തി അമ്മ അവരൊക്കെ നല്ലൊരു എന്താ പറയുക ആക്റ്റീവാണ്. ഹസ്ബൻഡ് ആക്റ്റീവാണ്, പക്ഷേ ഭയങ്കര മടിയില്ല കൂട്ടത്തിൽ, മടിയല്ല ചമ്മലില്ല കൂട്ടത്തിലിട്ടാ. ഇവിടെ ഇവിടെ ഓക്കെ. ഇവിടുത്തെ അച്ഛൻ വന്നു. അപ്പോൾ ഇവിടുത്തെ എക്സ്പ്രഷൻ ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ അച്ഛനെ കാണാൻ വേണ്ട സന്തോഷം ഞാൻ കാണിച്ചു തരാം. കേട്ടെ, ഒരു മിനിറ്റ്. ഞാനെനിക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ റെഡിയാകുന്നുണ്ട് കേട്ടോ. ഫുഡ് കഴിക്കുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ എടുത്തത്. ഞാൻ സാമ്പാറാക്കിനെ. നേരത്തെ സാമ്പാർ വേണ്ടാന്ന് വിചാരിക്കുന്നു. സാമ്പാറും മീൻ വറവും അതുപോലെ തന്നെ ബീറ്റ്റൂട്ട് വറവും. പിന്നെ എൻ്റെ മീൻ പൊരിയുന്നുണ്ട് എത്ര കേട്ടോ. പൊരിയുന്നുണ്ട് എത്ര ഇത് മീൻ പൊരിച്ചതും ചോറും. ഇന്ന് 2:30 മണിയായിട്ടാ. 2:30 മണിയായി. നാട്ടിൽ 3:30, 4, 5 മണിയായി. 2 മണിക്കൂർ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഇവിടെ 2:30, നാട്ടിൽ 5 മണിയായി. ഡ്യൂട്ടി അച്ഛനും കളിയിലുണ്ട് കേട്ടോ. ചോറ് വയ്ക്കുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. കണ്ട വയ്ക്കാൻ റെഡി ആയിട്ട് നിന്നിട്ടുണ്ട്. ഞങ്ങൾ ചോറ് വയ്ക്കാൻ റെഡി ആകുന്നുണ്ട്. ഓളൊന്നിച്ചിട്ട് തന്നെ വരുന്നതുകൊണ്ട് ഞങ്ങൾ നിൽക്കാന്ന് ഇരിക്കുന്നത്. അച്ഛനെ കാത്തിക്കാന്ന് ഇപ്പോൾ വയ്ക്കാൻ വേണ്ടിയിട്ട്. എന്താ നമ്മളെന്നിച്ചിട്ട് ഓളും ചോറ് വയ്ക്കലുണ്ട് എപ്പോഴും. ഇവിടെ കണ്ണ് മൊത്തം സ്ക്രീനിലേക്കാന്ന് ഒന്നിച്ചുണ്ടാവും ചോറ് വയ്ക്കുമ്പോൾ. ഞങ്ങളെ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞിട്ട് ഇരുന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ കുറച്ച് ഫോണും സംസാരവും കളിയും ചിരിയായിട്ടുള്ള 1.5 മണിക്കൂർ. ഊട്ടി ഒരേ ദിവസം ഉറങ്ങും, ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങില്ല. അങ്ങനെയാണ് ശീലം. അങ്ങനെ ഞാൻ ഊട്ടിയും കൂടി പുറത്തേക്ക് നടക്കാൻ പോകുന്നുണ്ടാ. അതാണ് ഞങ്ങൾ നടക്കാൻ പോകുന്നത്. ഞാൻ കാണിച്ചിട്ടുണ്ട് ഒരു വീഡിയോയിൽ. ഇതാണ് ഞങ്ങൾ നടക്കാൻ പോകുന്ന വീഡിയോ, അല്ല സ്ഥലം. ഭയങ്കര സൗണ്ടാണ് വണ്ടിയുടെ, അതുകൊണ്ട് ഞാൻ മിണ്ടുന്ന അത്ര ക്ലിയറായി കേൾക്കുന്നില്ല. ഊട്ടി റെഡിയാണ് കേട്ടോ നടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ നടന്നിട്ട് ദൂരത്തേക്ക് എത്തി. ഇവിടെ എന്ന് പറഞ്ഞാൽ കുറേ കുട്ടികൾ കളിക്കുന്നുണ്ടാവും. എനിക്ക് കുറേ കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നുണ്ടാവും. അപ്പോൾ ഊട്ടിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് അവർ കളിക്കുന്നത് ഇങ്ങനെ നോക്കാൻ. ഞങ്ങൾ ഇവിടെ കളിക്കുന്നത് ഒന്ന് ജസ്റ്റ് നോക്കി നിൽക്കും, എന്നിട്ട് ഞങ്ങൾ പോകും. ബോൾ കളിക്കുന്നതുകൊണ്ട് കുറേ സമയം നിൽക്കാൻ കഴിയുന്നില്ല നമുക്ക്. ഞാൻ ഈ ഫുൾ വീഡിയോ എടുക്കുന്ന വേണ്ട നടക്കുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടേക്കെത്തുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ ഊട്ടി നോക്കിയേ ഇപ്പോഴേ തുടങ്ങിയോളൂ പറയാൻ. ഇവിടത്തേക്ക് എത്തുമ്പോൾ ഇപ്പോഴും ഒരു അവൾ അങ്ങനെ ഉമ്മ 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 എന്ന് പറയും. ഉമ്മ എന്നാ പറയുന്നത്, പക്ഷെ അത് അമ്മ എന്നാണ്. ഉമ്മ എന്നാണ് അവൾ പറയുന്നേ. ഞാൻ കാണിച്ചു തരാം എന്തുകൊണ്ട് അവൾ അങ്ങനെ പറയുന്നത്. ഇവിടെ എത്തുമ്പോൾ ഇപ്പോൾ 2 ദിവസം ഞാൻ അതാ ഉമ്മ 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 സ്ഥിരമായിട്ട് പറയുന്ന ഡയലോഗാണ് ഇത്. ഇവിടത്തേക്ക് എത്തുമ്പോൾ നമ്മളെ കണ്ണൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ പറഞ്ഞല്ലോ, കാണിച്ചു തരാം. ഇവിടെ കുറേ പൂക്കളുണ്ട്. ഈ പൂക്കളും കൂടെ ഒന്ന് ഉമ്മാന്ന് പറഞ്ഞു. ഞാനിങ്ങനെ എപ്പോഴൊക്കെ ഇങ്ങനെ അടുപ്പിച്ചടിച്ച് ഉമ്മാന്ന് 2 വട്ടം ഞാൻ അവളോട് പറഞ്ഞിരുന്നു. അങ്ങനെ അതിന് ശേഷം ഇവിടത്തേക്ക് എത്തുമ്പോൾ എപ്പോഴും അവള് ഉമ്മ 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 അങ്ങനെ പറയും. ഇവിടെ ആരോ പോവാന്ന്. നല്ല രസമുണ്ട് കേട്ടോ കാണുന്നതാ. കഴിഞ്ഞു ഉമ്മ എടുത്തിട്ടായി കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ നടക്കും. അത്രയേ ഇല്ലു. അവിടെ ഒരു ജസ്റ്റ് ഒരു ഉമ്മ കൊടുക്കും, ആ പൂനൊക്കെ ഉമ്മ കൊടുക്കും. എന്നിട്ട് വീണ്ടും ഞങ്ങൾ നടത്താൻ തുടങ്ങും കേട്ടോ. എന്നുവെച്ചാൽ അങ്ങോട്ട് എത്തുമ്പോൾ കുറച്ചൊരു എന്താ ഒരു സ്ഥലമുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അവിടെ ഒരു പ്രത്യേകത ഉണ്ട്, കാണിച്ചു തരാം. പൂച്ച, കുറേ പൂച്ച. ഈ പൂച്ച എന്നല്ല കേട്ടോ, കുറേ പൂച്ച ഉണ്ടാവും. പൂച്ചക്ക് വെള്ളം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവക്ക് എടുക്കത്തുമ്പോൾ ഊട്ടിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാകും പൂച്ചനെ കാണാൻ വേണ്ടിയിട്ട്. വീഡിയോ എല്ലാം ഞാൻ തന്നെ ആയതുകൊണ്ടാണ് ഒരു ക്ലിയർ ഇല്ലാത്തത്. ഫുഡൊക്കെ വെക്കുന്ന സ്ഥലമുണ്ട് കേട്ടോ. പൂച്ചയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഫുഡെല്ലാം വെക്കുന്നുണ്ടാകും. ഇവിടെ കുറേ പൂച്ച ഉണ്ടാവും എപ്പോഴും. ഇന്നില്ല, ഇന്ന് കുറവാണ്, ഇന്നൊന്നേ ഇല്ലു. ഞങ്ങൾ കുറച്ച് ലേറ്റായി ഇന്ന് ഇറങ്ങുമ്പോൾ, അതായിരിക്കും. അങ്ങനെ ഇതാണ് ഞങ്ങളെ നടത്തം. ഇടത്തേക്ക് വന്നിട്ട് ഇവിടെ കുറേ നേരം പൂച്ചനെ നോക്കിയിട്ട് നിൽക്കും, പിന്നെ രണ്ടാമത് റൂമിൽ പോകും. അങ്ങനെ ഇന്നത്തെ നടത്തെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നു. സമയം 6 മണിയായി. എപ്പോഴും ഞങ്ങൾ കുറച്ച് വേഗത്തുനിന്ന് ഇന്ന് ലേറ്റായിട്ട് പോയതുകൊണ്ട് കുറച്ച് ലേറ്റായി. ഇനിയിപ്പോൾ വീട്ടിലേക്ക് ഫുഡ് കൊടുക്കണം. അതെനിക്ക് കോളിംഗ് ടൈമുണ്ട്. 2 അമ്മമാർക്ക് വിളിക്കും, അതെനിക്ക് കസിൻസിനെ വിളിക്കും, അനിയനെ വിളിക്കും. ഇവരൊക്കെ വിളിച്ച് ഫോൺ വിളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ രാത്രിയിലത്തെ ഫുഡ് ഉണ്ടാക്കുന്നത്. ഹലോ കുട്ടി, ഹലോ. സമയം നോക്കിയാൽ 9:50
ഹസ്ബൻഡ് വരാനായി. ഊട്ടി ഇതാ സിനിമ നോക്കുന്നുണ്ട്. ഞങ്ങൾക്ക് സിനിമ വെച്ചിട്ടുണ്ടോ അത് നോക്കുന്നുണ്ട്. ഞങ്ങൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ സിനിമ നോക്കുന്നുണ്ട്. പിന്നെ ഹസ്ബൻഡ് വന്നിക്കുമ്പോൾ കളിയും ചിരിയായിട്ട് അങ്ങോട്ട് പോകും. പിന്നെ ഏകദേശം 12 മണി അവൾ ഉറങ്ങുമ്പോൾ 12 മണി നമ്മൾ ഫുഡ് കഴിച്ച് അത് കഴിഞ്ഞ് ഏകദേശം 1 മണിയാകുമ്പോൾ ഞങ്ങൾ വന്ന് ഉറങ്ങും. ഇതാണ് ഞങ്ങൾ രണ്ടാളും ബഹ്റൈൻ ലൈഫ്. ഒരു ദിവസം ബഹ്റൈനിലെ ഒരു ദിവസം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്തായാലും. പിന്നെ കമൻറ്റ് എന്തായാലും ഇടണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നവരെ ബൈ.